സോഷ്യൽ മീഡിയ ബൂം ഇല്ലാതിരുന്ന കാലത്ത് ലോകത്തെ മൊത്തം തൻ്റെ ആരാധകരാക്കി മാറ്റിയ ഗായകൻ. ലോകത്താകമാനം നിലനിന്ന വംശവിദ്വേഷങ്ങളെ തോൽപ്പിച്ച 4 പതിറ്റാണ്ട് നീണ്ട മ്യൂസിക്കൽ കരിയർ. ലൈംഗിക ആരോപണങ്ങളാൽ വിവാദങ്ങൾ നീണ്ടുനിന്ന ജീവിതം. ഹാർഡ് കോർ ഫാൻസ് ഉള്ളപ്പോൾ തന്നെ അത്ര അധികം ഹേറ്റേഴ്സും വേട്ടയാടിയ മനുഷ്യൻ. ഒടുവിൽ പ്രശസ്തിയുടെയും പണത്തിൻ്റെയും ഉന്നതിയിൽ നിൽക്കവെയുള്ള അപ്രതീക്ഷിത വിടവാങ്ങൽ. പോപ്പ് സംഗീതത്തിൻ്റെ രാജാവായ മൈക്കിൾ ജാക്സൺ പറയാൻ ഒരുപാട് കഥകൾ ബാക്കി വെച്ചാണ് മടങ്ങിയത്. ആ ജീവിതം 16 വർഷത്തിനിപ്പുറം സ്ക്രീനുകളിലെത്തി. മൈക്കിളായി എത്തിയതാകട്ടെ അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ. ഒരുപാട് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും നടുവിലാണ് ചിത്രത്തിന്റെ വരവെങ്കിലും ബോക്സ് ഓഫീസിൽ പുതുചരിത്രം തീർക്കുകയാണ് മൈക്കിൾ. ഒരു ബയോപിക് ചിത്രത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷനാണ് സിനിമ സ്വന്തമാക്കിയത്. നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം $39 മില്യൺ സ്വന്തമാക്കിയ ചിത്രം ക്രിസ്റ്റഫർ നോളന്റെ ഒപ്പൻഹൈമറെ കടത്തിവെട്ടി. ആദ്യ ദിവസം ആഗോളതലത്തിൽ നേടിയതാകട്ടെ 82 മില്യൺ മുകളിൽ. ഒരു ബയോപിക് ചിത്രത്തിന് ലഭിക്കാവുന്ന ഓൾ ടൈം ബെസ്റ്റ് ഓപ്പണിംഗ്. ഒപ്പൻഹൈമറിനും ബൊഹീമിയൻ റാപ്സഡിക്കും നേടാനാകാതെ പോയ 80 മില്യൺ മാർക്ക് സ്വന്തമാക്കുന്ന മൈക്കിൾ. 217 മില്യൺ മുകളിലാണ് ചിത്രത്തിന്റെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ. മ്യൂസിക്കൽ ബയോപിക്കിന്റെ കളക്ഷനിൽ ഒന്നാമതുണ്ടായിരുന്ന ഫ്രെഡി മെർക്യൂറിയുടെ കഥ പറഞ്ഞ ബൊഹീമിയൻ റാപ്സഡിയെയാണ് മൈക്കിൾ പിന്നിലാക്കിയത്. ഇന്ത്യയിൽ നിന്ന് ചിത്രം ഇതിനോടകം 22 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നിരവധി മ്യൂസീഷ്യൻസിനാണ് ഹോളിവുഡിൽ ബയോപിക്കുകൾ ഒരുങ്ങിയത്. ബോബ് ഡിലൻ, ബോബ് മാർലി, റോബി വില്യംസ്, വിറ്റ്നി ഹ്യൂസ്റ്റൺ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. അവയെല്ലാം ആകട്ടെ ഹിറ്റുകളാണെന്നതും മറ്റൊരു പ്രത്യേകത. ആ ലിസ്റ്റിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രിയാണ് പോപ്പ് സംഗീതത്തിന്റെ രാജാവിന്റെ സിനിമ. ബോക്സ് ഓഫീസിൽ ആ ചിത്രം സകല റെക്കോർഡുകളും ഭേദിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ലെന്ന് സാരം. മൈക്കിൾ ജാക്സൺ എന്ന പേരിനൊപ്പം പതിവുള്ള അതേ വിവാദങ്ങൾ സിനിമ എത്തുമ്പോഴും പിന്തുടരുന്നുണ്ട്. ഒരു ലൈംഗിക കുറ്റവാളിയെ വെള്ള പൂശുന്ന സിനിമയെന്നാണ് റിലീസിന് പിന്നാലെ വരുന്ന പ്രധാന ആരോപണം. മൈക്കിളിന്റെ കരിയറിന്റെ റൈസ് മാത്രമാണ് ചിത്രത്തിനുള്ളത്. അതായത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മുന്നേയുള്ള കഥ. 1988 അവസാനിക്കുന്ന സിനിമ. 93 MJക്കെതിരെ ഒരു 13 വയസ്സുകാരൻ സെക്ഷൽ അബ്യൂസ് ആരോപണം ഉന്നയിക്കുന്നത്. പോലീസ് അന്വേഷിച്ച കേസിൽ ജാക്സൺ ആരോപണങ്ങൾ നിഷേധിച്ചു. ഒടുവിൽ വമ്പൻ തുക നൽകി മൈക്കിൾ കോടതിക്ക് പുറത്ത് കേസ് സെറ്റിൽ ചെയ്തു. 2003 പുറത്തിറങ്ങിയ ലിവിംഗ് വിത്ത് മൈക്കിൾ ജാക്സൺ എന്ന ഡോക്യുമെന്ററിക്ക് പിന്നാലെ അടുത്ത ആരോപണം വന്നു. ചൈൽഡ് മൊളസ്റ്റേഷൻ, മൈനറായവർക്ക് ആൽക്കഹോൾ നൽകുക, ഗൂഢാലോചന തുടങ്ങിയവയായിരുന്നു പ്രധാന കുറ്റങ്ങൾ. കാലിഫോർണിയയിൽ വിചാരണ നടന്നെങ്കിലും മൈക്കിൾ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി. റിപ്പീറ്റഡായി ആരോപണങ്ങൾ വന്നുകൊണ്ടിരുന്നെങ്കിലും ഇതുവരെ ഒരു കേസിലും മൈക്കിൾ ജാക്സൺ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനായിട്ടില്ല. ഇക്കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ അപൂർണമായൊരു ബയോപിക്കാണ് പോപ്പ് രാജാവിന് വേണ്ടി ഒരുക്കിയത് എന്നാണ് സിനിമയ്ക്ക് വരുന്ന പ്രധാന വിമർശനം. അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന എൻറ്റിറ്റിയായ ജാക്സൺ എസ്റ്റേറ്റിന്റെ പങ്കാളിത്തത്തോടെയാണ് സിനിമ നിർമ്മിക്കപ്പെട്ടത്. ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട റെഫറൻസുകൾ ഉൾപ്പെടുത്തണമെന്നാണ് ഫിലിം മേക്കേഴ്സ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയുമായി ചേർന്ന് രൂപപ്പെടുത്തിയ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് കാരണമാണ് അത് നടക്കാതിരുന്നത്. ചിത്രത്തിന്റെ 3rd ആക്ട് മുഴുവൻ അലിഗേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. എഗ്രിമെന്റ് കാരണം ആ സീക്വൻസുകൾ കംപ്ലീറ്റ്ലി റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതിനായി വൻ തുക മുടക്കിയതായാണ് റിപ്പോർട്ട്. ഒരു അത്ഭുത ബാലനിൽ നിന്നും കിങ് ഓഫ് പോപ്പ് എന്ന ലേബലിലേക്കുള്ള മൈക്കിളിന്റെ യാത്ര അസാധാരണമാണ്. സംഗീതത്തെയും കൺസേർട്ടുകളെയും മാറ്റിമറിച്ച, മരണത്തിന് വർഷങ്ങൾക്ക് ശേഷവും പ്രതിഫലിക്കുന്ന അത്യപൂർവ ലെഗസി. സ്പോട്ട്ലൈറ്റിൽ കത്തി നിൽക്കുമ്പോഴും ആരോപണങ്ങൾ വിടാതെ പിന്തുടർന്ന കരിയർ. വിവാദങ്ങൾ കാരണം ആ ലെഗസിയെ എങ്ങനെ നോക്കിക്കാണണമെന്ന് ഇപ്പോഴും തർക്കിക്കുന്ന സമൂഹം. ഒരു പോപ്പ് സ്റ്റാറിനപ്പുറത്തേക്ക് ലോകം ഇനിയും മനസ്സിലാക്കാൻ ഒരുപാടുള്ള ഒരു പ്രതിഭാസമാണ് മൈക്കിൾ ജാക്സൺ. കാലം എത്ര കടന്നുപോയാലും ചർച്ച ചെയ്യപ്പെടുന്ന 2 അക്ഷരം MJ.